ഇന്ന് എൻ്റെ കൂടെയുള്ള ഗസ്റ്റ് ഒരു കുട്ടി ക്യൂട്ട് ആയിട്ടുള്ള ഒരു കുഞ്ഞാണ്. ഓഗി ബോയ് ആൻഡ് ഫാമിലി, വെൽക്കം ടു ദ ഷോ. ഒയ്യോടാ, ഞാനൊരു വീഡിയോ കാണിച്ചത്, അത് ആരാന്ന് പറയോ? എനിക്ക് ഈ കുട്ടീനെ അറിയില്ല. ഒരു പെണ്ണും നീതാൻ ഞാൻ കനവിൽ കണ്ടൊരു കൺമണിയാളിവളാണല്ലോ എന്നുള്ളു തുടിച്ചതും ഇവളെ കാണാനല്ലോ. ഏത് ഗെയിമറിനെ ഇഷ്ടം? എന്റെ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ പിന്നെ 10 മില്യൺ 5 മില്യൺ അടുത്ത വീഡിയോ 1 മില്യൺ 2 മില്യൺ ഒക്കെ കയറുമ്പോൾ വെറുതെ വീട്ടിൽ ഫോണിൽ കളിച്ച് ഇങ്ങനെ കിടക്കുക. ഓക്കെ, അങ്ങനെ നമ്മുടെ ഇച്ചു നമ്മളെ ഇവിടെ എല്ലാവരുടെയും മുമ്പ് വെച്ച് എന്നെ പ്രപ്പോസ് ചെയ്യാൻ പോവാണ്. എനിക്ക് ഇഷ്ടമാണ്, കല്യാണം കഴിക്കാൻ താല്പര്യമാണ്. വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചാറ്റ് ഷോയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. ഇന്ന് എൻ്റെ കൂടെയുള്ള ഗസ്റ്റ് ഒരു കുട്ടി ക്യൂട്ട് ആയിട്ടുള്ള ഒരു കുഞ്ഞാണ്. ഇവൻ്റെ വീഡിയോസൊക്കെ ഇൻസ്റ്റഗ്രാമിൽ മില്യൺസ് ആൻഡ് മില്യൺസ് വ്യൂസ് ആണ്. നല്ല ഭംഗിയുള്ള കണ്ണും നല്ല ക്യൂട്ട് ചിരിയൊക്കെയുള്ള നമ്മുടെ സ്വന്തം ഓഗി ബോയ് ആൻഡ് ഫാമിലി, വെൽക്കം ടു ദ ഷോ. ഹലോ, ഹായ് പറ. ഹായ്. ആരെ സെലിബ്രിറ്റി ആയി അറിയോ? എങ്ങനെ അറിയാം? ആ, താൻ സെലിബ്രിറ്റി ആണോ? ആരെ പേരിട്ടെ ഓഗി പോയിന്ന്? അമ്മയോ? അമ്പു. വീട്ടിലെന്താ വിളിക്കുന്നേ? ഒയ്യോടാ, കൈയുടെ തൊലി പോയടാ. ആണോ? എന്തുപറ്റി? സൈഡിന്ന് പോയോ? ഞാനൊരു വീഡിയോ കാണിച്ചത്, അത് ആരാന്ന് പറയോ? കാണിക്കട്ടെ. എനിക്ക് ഈ കുട്ടീനെ അറിയില്ല. കൊച്ചാണോ? ആര് പറഞ്ഞു? അല്ല, വേറെ കുട്ടിയാ. ആണോ? ഇത് താനാണോ? ഞങ്ങക്ക് സംശയമുണ്ട്, ഒന്ന് ചെയ്ത് കാണിക്കോ? ഓക്കെ, ഇത് ലാസ്റ്റ് നമുക്ക് വേണ്ടിട്ട് വീഡിയോ ചെയ്ത് കാണിക്കും അല്ലേ? അപ്പോ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ഇപ്പം ഇപ്പൊ കാണിച്ച വീഡിയോ തന്നെ ഒരുപാട് 12 മില്യൺ എന്തോ വ്യൂസ് ഒക്കെ വന്നായിരുന്നല്ലേ? അപ്പൊ എപ്പോ മുതൽ സ്റ്റാർട്ട് ചെയ്തേ? അപ്പം 5-6 മാസം മുന്നേ തുടങ്ങിയതാണ്, പക്ഷെ ഇപ്പൊ ഒരുപാട് വൈറലായി. എനിക്ക് തോന്നുന്നു ഏറ്റവും ആദ്യം വൈറലായ വീഡിയോ ഇതാണോ? എന്തായിരുന്നു ആ ഒരു റെസ്പോൺസ്? നിങ്ങൾ വിചാരിച്ചോ? കാരണം 12 മില്യൺ എന്ന് പറയുന്നത് ഒരു ചെറിയ സംഖ്യ അല്ല. ഇല്ല, ഒട്ടും വിചാരിച്ചില്ല. എന്തായിരുന്നു ആദ്യത്തെ ഒരു റിയാക്ഷൻ? കുറച്ച് ദിവസം ഇങ്ങനെ ഈ വീഡിയോ പമ്മി ഇങ്ങനെ കേളാതെ ഹോൾഡായിട്ട് ഇങ്ങനെ കിടന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ഹോസ്പിറ്റൽ കേസ് വന്നപ്പോഴത്തേക്കും ഞങ്ങൾ ജസ്റ്റ് ഹോസ്പിറ്റലിലോട്ട് പോയി തിരിച്ചു വന്നപ്പോഴത്തേനും ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ആക്കി നോക്കിയപ്പോൾ ഒരു 100 കമൻറ്റ്, 100 ലൈക്ക്, 100 ഫോളോവേഴ്സ് അങ്ങനെയാണ്. അപ്പോൾ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും 100-ന് മേളിൽ ഫോളോവേഴ്സൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ നോക്കും, പിന്നെ അതേപോലെ തന്നെ വന്ന് ഇരിക്കുക. അപ്പോൾ വ്യൂവേഴ്സ് നോക്കിയപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ വ്യൂവേഴ്സും കയറി പോകുന്നുണ്ട്. അപ്പോൾ ഒരു ഹാപ്പിയായി. ഗൈസ്, നമ്മൾ മാക്സിമം ട്രൈ ചെയ്തു, പക്ഷെ ഇച്ചു എന്ത് ചെയ്തിട്ടും അടുക്കുന്നില്ല. ഇച്ചൂടെ അമ്മയും അച്ഛനും മാത്രമാണെങ്കിൽ ഇച്ചു അഭിനയിക്കാനും ഡയലോഗ് പറയാനും ഡാൻസ് കളിക്കാനൊക്കെ റെഡിയാണ്. നമ്മുടെ ഇവിടെ കുറെ ഇക്കമാരെയൊക്കെ കണ്ടു കൊച്ചിന് പേടിയായി തോന്നുന്നു. അപ്പൊ ഞങ്ങൾ എന്താ വിചാരിച്ചെന്ന് വെച്ചാൽ ഞങ്ങൾ ഇവിടെ പുറത്ത് നിൽക്കും, അച്ഛനും അമ്മയും ഇച്ചും കൂടെ നമുക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്യും അല്ലേ? അഭിനയിക്കൂലേ? അങ്ങനെയാണ് ഞങ്ങളിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ബാക്കി നമുക്ക് എന്താന്ന് കാണാം. ഞാൻ കനവിൽ കണ്ടൊരു കൺമണിയാളിവളാണല്ലോ എന്നുള്ളു തുടിച്ചതും ഇവളെ കാണാനല്ലോ. വിഴിയിലെ സേത്ത പൂങ്കൊത്ത് பார்த்து கதைக்க முடியாமல் நானும் தவிக்கின்ற ஒரு பெண்ணும் நீதான் கண் கொட்ட முடியாமல் பார்க்கும் சலிக்காத ஒரு பெண்ணும் நீதான். ഓക്കെ ഗൈസ്, അങ്ങനെ മണിക്കൂറുകളുടെ
പരിശ്രമത്തിന് ശേഷം ഇങ്ങനെയാണ് ഇച്ചു ആക്ച്വലി വീഡിയോ എടുക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ? കാരണം അച്ഛനും അമ്മ ഉണ്ടെങ്കിൽ മാത്രമേ കുട്ടി കംഫർട്ടബിൾ ആയിട്ടുള്ളൂ. പക്ഷെ എന്തായാലും എടുക്കുന്ന വീഡിയോസ് ഒക്കെ അടിപൊളിയാണ്. എക്സ്പ്രഷൻസ് ആണെങ്കിലല്ല, ഞങ്ങളിങ്ങനെ ഒളിച്ചവിടെ നിന്ന് നോക്കിയായിരുന്നു. അപ്പം അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പൊ 4 വയസ്സല്ലേ ഉള്ളൂ ഇച്ചുവിന് അല്ലേ? അപ്പൊ എങ്ങനെ പഠിപ്പിക്കുന്നേ? കാരണം അതൊരു തമിഴ് സോങ് ആയിരുന്നു. ഞാൻ പ്രൊഫൈൽ നോക്കിയപ്പോ കുറെ തമിഴ് സോങ്സ്, മലയാളം സോങ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ഈ കുഞ്ഞു വായന എങ്ങനെ ലിറിക്സ് ഒക്കെ പഠിപ്പിക്കുന്നത്? 2 പ്രാവശ്യമൊക്കെ കേട്ടാ തന്നെ പഠിക്കും. 2 പ്രാവശ്യം നന്നായിട്ട് കേൾപ്പിച്ച് അവൻ മൈൻഡ് ചെയ്യത്തില്ല പാട്ടൊക്കെ വെക്കുമ്പോ. പക്ഷെ പിടിച്ചിരുത്തി കേൾപ്പിച്ച പിന്നെ 3ാമത്തെ പ്രാവശ്യം അവൻ തന്നെ പാടും. ആണല്ലേ? പക്ഷെ അത് അപ്പൊ ഈ എക്സ്പ്രഷൻ ഒക്കെ നിങ്ങൾ ഇങ്ങനെ സൈഡിൽ നിന്ന് പറഞ്ഞു? ആദ്യമൊക്കെ ഭയങ്കര മടിയായിരുന്നു. നന്നായിട്ട് വഴക്ക് പറയായിരുന്നു. ചെയ്യും എല്ലാരും ചെയ്യുന്ന കണ്ടില്ലേ കുഞ്ഞു, എല്ലാരും വൈറലായി, നമുക്കും പറ്റും. പ്ലേ ബട്ടൺ ഒക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ്. പിന്നെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ കാണുമല്ലോ പിള്ളേർ വാങ്ങുന്നതൊക്കെ. അപ്പൊ എൻ്റെ അടുത്ത് പറയാമോ നമുക്ക് എന്താ അത് കിട്ടാത്തത്, നമുക്കത് കിട്ടത്തില്ല എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയാം നിനക്ക് കഴിവില്ലാത്തതുകൊണ്ട് കിട്ടത്തില്ല അതുകൊണ്ട് എന്ന് പറയായിരുന്നു. ഭയങ്കര സങ്കടമായിരുന്നു. അപ്പൊ പിന്നെ വീഡിയോ എടുക്കാനൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ട് പറയാമോ നമുക്ക് വീഡിയോ എടുക്കാം, നമുക്ക് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ എടുത്ത് ഭയങ്കരമായിട്ട് പാടായിരുന്നു ചെയ്യാൻ. അത് കഴിഞ്ഞ് പിന്നെ തന്നെ ചെയ്യാൻ തുടങ്ങി. മുഖത്തൊക്കെ തന്നെ അവൻ എങ്ങനെയോ എനിക്കറിയില്ല, അവൻ എങ്ങനെയോ ചെയ്യാൻ തുടങ്ങി. പിന്നെ പറഞ്ഞു കൊടുക്കണ്ട, മുഖത്തൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് എക്സ്പ്രഷൻ വരും. ഓക്കെ, അങ്ങനെ നമ്മുടെ ഇച്ചു നമ്മളെ ഇവിടെ എല്ലാവരുടെയും മുമ്പ് വെച്ച് എന്നെ പ്രപ്പോസ് ചെയ്യാൻ പോവാണ്. പ്രപ്പോസ് ചെയ്യോ? വാ വാ. ഓക്കെ, சொல்லியாண்ணா நீயும் அவளும் அழகு. എനിക്ക് ഇഷ്ടമാണ്, കല്യാണം കഴിക്കാൻ താല്പര്യം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ കഠിന പ്രയത്നത്തിന്റെ ലാസ്റ്റ് ഇച്ചു എന്നെ പ്രപ്പോസ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ സൂര്യയുടെ കിടക്കൻ ഡയലോഗൊക്കെ പറഞ്ഞ് എനിക്കും ഇഷ്ടമാണ്, കല്യാണം കഴിക്കാൻ താല്പര്യമാണ്. ഇതിന്റെ ഇടയിൽ വന്ന് ഓക്കെ. ഇപ്പോ ഏറ്റവും ആദ്യം ഇങ്ങനെ ഇപ്പൊ റീൽ എടുക്കാം അല്ലെങ്കിൽ ഇപ്പൊ ഇച്ചുവിന് ഇങ്ങനെ ഒരു കഴിവുണ്ടെന്നൊക്കെ എപ്പോഴായിരുന്നു തിരിച്ചറിഞ്ഞത് ഫസ്റ്റില്? അതൊരു 5-6 വീഡിയോ ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവൻ ചെയ്യും, അവന് കോൺഫിഡൻസ് ഉണ്ടെന്ന് മനസ്സിലായത്. ആദ്യമായിട്ട് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ചുമ്മാ കവളത്തൊക്കെ ഇങ്ങനെ കൈയൊക്കെ വെച്ചിട്ട് ചുമ്മാ ചേട്ടൻ്റെ അനിയൻ്റെ കൂടി ചെയ്യുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നാത്തും ചെയ്യുന്ന കണ്ടിട്ട് ഞാനും അപ്പോൾ പറഞ്ഞു അവളോട് ഞാനും കൂടി ചെയ്ത് നോക്കാടി എന്ന് പറഞ്ഞ് ചെയ്തപ്പോൾ കൊച്ചു ചെയ്യുന്നുണ്ട്. അവൻ എൻ്റെ പുറകിൽ വന്നിട്ട് ഓരോന്നൊക്കെ കാണിക്കുന്നു. ഞാൻ ചുമ്മാ കാണിക്കുന്നു, അങ്ങനെ ഞാനായിട്ട് എൻ്റെ അക്കൗണ്ടിൽ ഇടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതല്ല. അപ്പോൾ ഇപ്പോൾ എൻ്റെ പുറകിൽ വന്നിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ചുമ്മാ ഞാനെന്നാൽ ചെയ്തേക്കാം. ഒരു ഡയലോഗാണ് ഫസ്റ്റ് ചെയ്തത്. അപ്പോൾ അത് കുഴപ്പമില്ലാത്ത രീതിയിലാണ് ചെയ്യുന്നത്. അത് ഡയലോഗ് ഞാൻ നോക്കുന്നില്ല, ഒരു ഡയലോഗാണ് ചെയ്തിരുന്നത്. അപ്പോൾ അവൻ ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്യുന്നുണ്ട്. എന്നാലും കുറച്ചൊക്കെ ഒക്കുന്നില്ല, അതുമായിട്ട് പറ്റുന്നില്ല. കുറച്ചൊക്കെ ചെയ്തു. പിന്നെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പം കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ എങ്ങനെയാ അവിടെ അവന്റെ അടുത്ത് പോയിട്ട് പറയോ അല്ലെങ്കിൽ അവനായിട്ട് ഇങ്ങോട്ട് വന്ന് പറയോ? ഇല്ല, അവൻ സ്കൂളിൽ നിന്ന് 1:30 വരും. 1:30 വന്നിട്ട് അവൻ കഴിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ചേരം ഫോൺ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ പറയും വീഡിയോ എടുത്താലോ ഇച്ചൂസൻ ഇങ്ങനെ പറയുമ്പോൾ അന്ന് അമ്മ ഒരുങ്ങോ നമുക്ക് വീഡിയോ എടുക്കാമെന്ന് പറയും. അമ്മ കണ്ണൊക്കെ എഴുതി ഡ്രസ്സൊക്കെ മാറിയിട്ട് പോവാ നമുക്ക് വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കും. അപ്പം ഞാൻ വരുന്നിടം വരെ ആശാൻ ഫോണൊക്കെ നോക്കി ഇരിക്കും. അതിന് മുന്നായിട്ട് പാട്ട് ഞാൻ 2-3 പ്രാവശ്യം കേൾപ്പിച്ച് കൊടുക്കും. അവന് അറിയാമോ നമുക്ക് കറക്റ്റ് അറിയത്തില്ല. അപ്പോൾ അത് കേട്ട് കഴിയുമ്പോൾ അവൻ സെറ്റായിട്ട് വരും. പാട്ടൊക്കെ പഠിച്ച് നമുക്ക് റീഡ് ചെയ്യാമെന്നും പറഞ്ഞാൽ ഇടയ്ക്ക് വന്നിരിക്കും. ഒറ്റത്തേക്ക് തന്നെ ഓക്കെ ആക്കും. ചിലത് 2-3 പ്രാവശ്യമൊക്കെ എടുക്കേണ്ടി വരും. ചിലതിങ്ങനെ തരിപ്പൊക്കെ കാണിക്കും അടുത്തിരുന്ന്. ഇപ്പം ഏകദേശം എത്ര ടേക്ക് വരെ പോവാറുണ്ട്? ഇപ്പൊ ഏറ്റവും കൂടുതൽ ടേക്ക് പോയ ഏതെങ്കിലും വീഡിയോസ് ഒക്കെ ഉണ്ടോ? ഒരുപാടൊന്നും അങ്ങനെ പറയാൻ പറ്റില്ല. വൈറലായ വീഡിയോ അത്ര വലിയ ടേക്കൊന്നും പോയില്ല. അതൊരു 3 എടുത്തുള്ളൂ. ആദ്യം എടുത്തത് 3 അടിപൊളി തന്നെ, മെച്ചപ്പെട്ട വീഡിയോ. പക്ഷെ രണ്ടാമത് എടുത്തത് ഇങ്ങനെ കൈവച്ചിട്ട് ചെയ്തത് അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ പറഞ്ഞു അതിട്ടാൽ മതി, അത് തന്നെ സെലക്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് അത് തന്നെ ചേട്ടനെ കൊണ്ട് എഡിറ്റ് ചെയ്യിപ്പിച്ച് ഇട്ടിപ്പിച്ച്. അതൊരു 3 ദിവസത്തോളം ലാഗ് അടിച്ചിങ്ങനെ നിന്നു ആ വീഡിയോ കയറാതെ. 3ൻ്റെ അന്ന് രാവിലെ ആയപ്പോഴത്തേക്കിനും 550 കേക്ക് കണ്ടപ്പോഴത്തേനും ഞാൻ ഞെട്ടിപ്പോയി. ഇതേമേ ഇത് എന്തുവാ ഇത് ഇങ്ങനെ, നമുക്ക് അങ്ങനെ ഒരു ഇതുവരെ എന്താ പറയുന്നത് ഇല്ല. ഫസ്റ്റായിട്ട് അക്കൗണ്ടിൽ ഒരു 17 ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. തോറ്റുപോയോ? അടിക്കുന്നു എന്നിട്ടും അമ്മമാര് നിർത്തുന്നില്ല, അടിച്ചോണ്ട് കണ്ട അടിച്ചു. എന്താ കളിക്കുന്ന? എന്താ ആ ഗെയിമിന്റെ പേരെന്താ? പബ്ജി. ഗെയിമിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആരെയാ ഇഷ്ടം? ഇച്ചുന് ഗെയിം കളിക്കുന്നവരിൽ ആരെ ഇഷ്ടം? ഏത് ഗെയിമറിനെ ഇഷ്ടം? ഒരുത്തനും പോകുന്നത് തുപ്പിനെയോ? തൊപ്പിനെ എന്താ ഇഷ്ടപ്പെടാൻ കാരണം?
തൊപ്പിയെ കാണണോ? തൊപ്പിയെ ആ. എന്റെ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുന്നുണ്ട്. മോന്റെ വീഡിയോ ലൈക്ക് ചെയ്തോ? റെഡി ആണോ ഗെയിം കളിക്കാൻ? ആരാ ആദ്യം കഴിച്ച് തീർക്കൊന്ന് നോക്കാം. ഓക്കെ പറ. ഓക്കെ കളിക്കും. ഞാനും മുടിച്ച്. റെഡി 1 2 3 സ്റ്റാർട്ട്. കാവിലെ പാട്ട് മത്സരത്തിനാണോ? ഓക്കെ കഴിയട്ടെ. അയ്യോ എനിക്ക് ആക്ച്വലി ചോക്ലേറ്റ് ഇഷ്ടം. ഇച്ചിരി എന്താ ഇഷ്ടം? ചോക്ലേറ്റ് ആണോ ഇഷ്ടം? ചേച്ചിയോട് പറ. സൺഡേ. അവിടെ പറഞ്ഞു സൺഡേ ആണോ ഇഷ്ടം? അച്ഛോ ഇതൊക്കെ ആരാ? പറഞ്ഞോളൂ. വഴിന്ന് കണ്ടവരാണോ? പറ. ഇവരാണ് ഇച്ചനെ കൊണ്ടുവന്നത് ഇങ്ങോട്ട്. എങ്ങനെ കൊണ്ടുവന്നു? കാറില. ആര് ഓടിച്ച കാറ്? ഇച്ച ഓടിച്ചാ? ഇച്ചാണ് ഓടിച്ച കാറ്. പിന്നെ ആരാ ഓടിച്ചേ? ഡാഡിയാണോ? ഡാഡിയുടെ പേരെന്താ? രാമകൃഷ്ണ. രാഹുൽ കൃഷ്ണ. അമ്പോ അതാരാ? അമ്മയുടെ പേരെന്താ? പേര് പറ അമ്മയുടെ. അർച്ചനെ. ഇച്ചോടെ ശരിക്കും പേരെന്താ? മോന്റെ പേര്. ഇച്ചാപ്പിയോ? വീട്ടിൽ വിളിക്കുന്ന ഇജാബി. ആയി. ഓ ഇച്ചാണോ മറ്റേ ഇച്ചാപ്പി? സ്കൂളിൽ വിളിക്കുന്ന പേരെന്താ? റിതു. റിദ്ദു ഇത്. ഋതു ആണോ? സുഖം. ചേച്ചി. ചേച്ചി തോറ്റ്. ഞാൻ തോറ്റു. അശ്ശേ. അയ്യടാ എന്താ പറയുന്നേ? പറയും. താക്കോലിട്ട് തുറക്കാൻ അറിയോ? വണ്ടി ഓടിക്കാൻ അറിയോ? വണ്ടി ഓടിക്കാൻ അറിയോ? ആരാ പഠിപ്പിച്ചെന്നെ? വണ്ടി ഓടിക്കും. ആണോ? പക്ഷെ കാലം നിർത്തത്തില്ലെന്നുള്ളൂ. മടിയിരുന്ന് സ്റ്റിയറിംഗ് മാത്രം കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യും. ആൾക്കറിയോ? ആൾക്കിപ്പോ ഇത്ര ഫാൻസ് വന്നു. ആദ്യം അറിയത്തില്ല. പിന്നെ പതിയെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് ഇവിടെ പിന്നെ 10 മില്യൺ 5 മില്യൺ അടുത്ത വീഡിയോ 1 മില്യൺ 2 മില്യൺ ഒക്കെ കയറുമ്പോ ഇവൻ വെറുതെ വീട്ടിൽ ഫോണിൽ കളിച്ച് ഇങ്ങനെ കിടക്കുക. എന്തോന്നൊന്നും അറിയത്തില്ല. പക്ഷെ എന്ന് പറയുന്നിട്ട് ഇവന് മനസ്സിലാകുന്നില്ല. ഇവ ഫോണിൽ കളിച്ചിരുന്നിട്ട് ഓക്കെ അങ്ങനെ വിടുക. പിന്നെ പതിയെ പിന്നെ അംഗനവാടിയിലൊക്കെ പിന്നെ പോയി തുടങ്ങിയപ്പോൾ ടീച്ചർ കണ്ടപ്പോഴത്തേക്കും ടീച്ചർ പറഞ്ഞു നിനക്ക് നല്ല ഭാവിയുണ്ട് അങ്ങനെ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പതിയെ മനസ്സിലായി തുടങ്ങി. ഏറ്റവും കൂടുതൽ എന്താ പറയണേ? ഇപ്പൊ എല്ലാം അറിയുന്നുണ്ടോ? ഇന്റർവ്യൂല് വന്നിരിക്കാണ്. പൊട്ടിച്ചെടുത്ത് അത് പൊട്ടിച്ച്. അയ്യോ അത് പൊട്ടിച്ച്. ഇത് വെക്കാൻ കുറുമ്പനാണോ ഇച്ചു? കുറുമ്പ. ഭയങ്കര കുറുമ്പ. ഞങ്ങള് വിചാരിച്ചു പാവം കുട്ടിയാന്ന് റീലൊക്കെ ഇവിടെ കണ്ടപ്പോ. ഇരിക്കുന്ന ഈ ആളെ അല്ല വേറെ സംഭവം. പക്ഷെ കുസൃതിന്ന് പറയാൻ ഭയങ്കര ഓട്ടാ. അടങ്ങിയിരിക്കത്തേയില്ല. എപ്പോഴും കളി ചിരി. അപ്പൊ ആദ്യം തന്നെ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്ത ഒരു കാര്യം ഒഗി ബോയ് എന്ന് പറഞ്ഞൊരു പേരാണ്. ഈ പേര് ആരാ ഇട്ടത്? എന്ത് ഇത് ഇടാനുള്ള റീസൺ? പേര് ഞാൻ ഇട്ടത്. അപ്പം ആദ്യം ഇട്ടിരുന്നത് ഇച്ചുടെക്കി എന്ന് പറഞ്ഞിട്ടൊരു പേരാണ്. അപ്പോൾ അത് വലുതായിട്ട് അത് ഈ യൂട്യൂബ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബേസിലിട്ട പേരാണ്. ഇൻസ്റ്റാഗ്രാം വലുതായിട്ട് ശ്രദ്ധിക്കപ്പെട്ടിട്ട് ഞങ്ങൾ യൂസ് ചെയ്യത്തില്ലായിരുന്നു. പിന്നെ ഇവളുടെ കൂടെ ഇവൻ റീൽസൊക്കെ ചെയ്യുന്ന കണ്ടപ്പോഴാണ് എന്നാൽ ഇൻസ്റ്റാഗ്രാമിലോട്ടും ചെറുതായിട്ടും ചെയ്ത് നോക്കാം. അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്ത് അപ്പോൾ കുഴപ്പമില്ല. അതിൻ്റെ അകത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വ്യൂവേഴ്സൊക്കെ കിട്ടുന്നുണ്ട്. വീഡിയോസൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. യൂട്യൂബിനെ കളിച്ചുകൂടെ ബെറ്റർ ഇവന് വളർന്നൊരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാമെന്ന് എനിക്ക് തോന്നിയിട്ട് അതിൻ്റെ അകത്തൊരു പേര് ലോ എന്നിങ്ങനെ ആലോചിച്ചപ്പോൾ ഇവൻ കാർട്ടൂണൊക്കെ കാണുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് രോഗി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇതുവരായിട്ട് അങ്ങനെ ഒരു കിട്ടുക. റീൽസ് ഒക്കെ നോക്കുമ്പോഴേക്കും ഏറ്റവും കൂടുതൽ ഇച്ചൂടെ ഫാൻസ് എന്ന് പറയുന്നത് ഇച്ചൂടെ കണ്ണിനും ഇച്ചൂടെ ചിരിക്കൊക്കെ ഭയങ്കര ഫാൻ ബേസ് ആണ്. ക്യൂട്ട് സ്മൈൽ. ഇൻസ്റ്റയിൽ തന്നെ റൊമാൻറ്റിക് ഹീറോ എന്നൊക്കെ പറഞ്ഞ പേരിട്ടേക്കുന്നത്. നല്ല രസമായിട്ട് കുറച്ചുകൂടി ചായ അമ്മയുടെ തോന്നുന്നു. എനിക്ക് അങ്ങനെ തോന്നി. നിങ്ങൾക്ക് തോന്നിയത് കമന്റ് ചെയ്യണം. എനിക്ക് തോന്നുന്നു എല്ലാ വീഡിയോസും അടിപൊളിയാണ്. എന്നാലും കുറച്ച് സ്ട്രൈക്ക് ചെയ്ത ഒരു വീഡിയോ കൂടി നമുക്ക് കാണാം. മൈക്കിനോട് അല്ലല്ല ഇത് ഞാനാ. ഇതൊന്നല്ല. ഇത് നല്ലൊരു. എന്താ ഉറപ്പെന്താ? വീഡിയോ ചെയ്യുന്ന ഞാനാ.
അപ്പം ഇതേപോലത്തെ വീഡിയോസ് ഒക്കെ കൂടുതലും ചെയ്യുന്നുണ്ടല്ലോ. അപ്പം ഈ എക്സ്പ്രഷൻസ് ഒക്കെ ആരാ പറഞ്ഞെടുക്കുന്നത്? അതായത് ഇന്ന സ്ഥലത്തുമ്പോ ഇങ്ങനെ ഇടണം, അല്ലെങ്കിൽ ഇങ്ങനെ കണ്ണടക്കണം, അത് ഇങ്ങനെ ചിരിക്കണം എന്നൊക്കെ. ആദ്യമൊക്കെ ഇവളാ പറഞ്ഞു കൊടുത്തോണ്ടിരുന്നത്. പിന്നെ ഇപ്പോഴും ഒരുവിധം അവൻ്റെ കയ്യിൽ നിന്ന് ചെയ്യുന്നുണ്ട്. പിന്നെ ഓവറാക്കുമ്പോഴത്തേക്കിനും അത്ര വേണ്ട, അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ഇവള് സെറ്റാക്കി എടുക്കും. പിന്നെ ഇപ്പൊ കാണിച്ച വീഡിയോ ഞാനില്ല ആ സമയത്ത് വീഡിയോ എടുക്കുമ്പോൾ ഇവളാ വീഡിയോ എടുത്തത്. കണ്ടിട്ട് എൻ്റെ അടുത്ത് ഒപ്പീനിയൻ ചോദിച്ചിട്ട് ഓക്കെ രണ്ടുപേർക്കും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്ത് സെറ്റാക്കി പോസ്റ്റ് ചെയ്യും. ഈ വീഡിയോ എടുക്കുമ്പോൾ എങ്ങനെയാ ഇതിന്റെ ബാക്കിൽ നിന്നിട്ട് ഇങ്ങനെ, നമ്മളിപ്പോ ചില വീഡിയോസ് ഒക്കെ കാണാറില്ലേ, കുട്ടികൾ ഇങ്ങനെ സ്റ്റേജിൽ കളിക്കുമ്പോൾ ടീച്ചർ ബാക്കിൽ നിന്നിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നത്, അതേപോലെയൊക്കെ ചെയ്യാറുണ്ടോ? ഇല്ല, ഞാൻ ആദ്യമൊക്കെ കാണിച്ചു കൊടുക്കുമായിരുന്നു. ഇപ്പൊ അതിന്റെ ആവശ്യം ഇല്ല. ഒത്തിരി മാറി. നേരത്തെ ഒരുപാട് വ്യത്യാസമുണ്ട്. തന്നെ ചെയ്യും. ഞാൻ എന്നാലും ഒരു 2-3 വീഡിയോകൾ എടുക്കും. പല സ്ഥലങ്ങളിലായിട്ട് നിൽക്കും. എവിടെ നിന്ന് എനിക്കൊരു കംഫർട്ടബിൾ തോന്നിടത്ത് വെച്ച് ഞാൻ എടുക്കും. കുറെ സ്ഥലത്ത് നിന്ന് എടുക്കും. ആ ഒരു ഇപ്പൊ കാണിച്ച വീഡിയോ തന്നെ ഒരു 5-6 എന്റെ ഫോണിലുണ്ട്. പല സ്ഥലങ്ങളിലായിട്ടൊന്നും എടുത്തതുണ്ട്. അപ്പൊ എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് ഈ വീഡിയോ. ചേട്ടൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഈ വീഡിയോ നമുക്ക് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ശരി, ആ വീഡിയോ കൊള്ളാം എന്ന് പറഞ്ഞ് ഇട്ടു. അപ്പൊ ഈ വീഡിയോ ഇപ്പൊ ഇത് ആദ്യത്തെ നമ്മുടെ വീഡിയോ 12 million+ വ്യൂസ് ഒക്കെ പോയി, ഞങ്ങളുടെ അക്കൗണ്ട് ഒക്കെ സെറ്റായി. അപ്പം ഇതിങ്ങനെ വൈറൽ ആയി കഴിഞ്ഞപ്പോ ഒരുപാട് ആളുകളിലേക്ക് എത്തിയിട്ടുണ്ടാവല്ലോ. അപ്പൊ ഇങ്ങനെ ആരെങ്കിലും ഒക്കെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ കുട്ടിയുടെ വീഡിയോ കണ്ടു, ഇപ്പം ആക്ടേഴ്സ് ആരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു? കുറെ തമിഴ്നാട്ടിലെ കൂടുതലും ഫാൻസ് എനിക്ക് തോന്നിയത്. അപ്പൊ അവിടുന്ന് ഒരു തമിഴ്നാട്ടിലെ ബിഗ് ബോസിലെ ഒരു കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പ്രദീപ് ആന്റണി എന്ന് പറഞ്ഞിട്ടൊരു സാറ് വിളിച്ചിട്ട് പറഞ്ഞായിരുന്നു, കോണ്ടാക്ട് ചെയ്ത് ഇൻസ്റ്റയിൽ മെസ്സേജ് ആയിരുന്നു, നൈസായിട്ട് ചെയ്യുന്നുണ്ട്, കൊള്ള അടിപൊളിയായിട്ട് ചെയ്യുന്ന, ഭാവിയിലൊക്കെ ഇതൊക്കെ ആക്ടറാന്നൊക്കെ ഇതൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ കുറേ താങ്ക്സ് ഒക്കെ പറഞ്ഞു. പിന്നെ വേറെ ഒരു സീരിയൽ ആക്ടർ അവർ ഇതുപോലെ തന്നെ ശ്യാമാമരത്തിൽ, അത് നമ്മുടെ അതിൻ്റെ ആ മലയാളിയാണ്, അവരും വിളിച്ചിട്ട് പറഞ്ഞു കൊള്ളാം നന്നായിട്ട്. പിന്നെ ഒരു മായ എന്ന് പറഞ്ഞിട്ട് ആ ചേച്ചി കോമഡി സ്റ്റാർസില്ല, ആ ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു. പിന്നെ തമിഴ്നാട്ടിലൊരു സീരിയലിനകത്ത് ചെയ്യുന്ന ഒരു ചേച്ചി കോണ്ടാക്ട് ചെയ്ത് ഇൻസ്റ്റയിൽ മെസ്സേജ് ഇട്ട് പറഞ്ഞായിരുന്നു. അങ്ങനെ കുറച്ച് പേരൊക്കെ അയച്ചു. അപ്പൊ എങ്ങനെ ഇപ്പം നന്നായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, ഇപ്പൊ ഇതേപോലെയുള്ള സെലിബ്രിറ്റീസ് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പം സിനിമയിലേക്ക് നോക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടോ? ഫിലിമിൽ അഭിനയിപ്പിക്കണോ? അവന് ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ ഈ ഒരു ക്യാരക്ടർ ഒന്ന് സെറ്റായി എടുക്കുന്നവരെ അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം വീഡിയോസ് എടുക്കുമ്പോഴാണെങ്കിലും ഇപ്പൊ ഒരു റൂമിന്റെ അകത്ത് ഒന്നെങ്കിൽ കൂടി വന്നാൽ ഞങ്ങൾ 3 പേരും, അല്ലെങ്കിൽ ഇവർ 2 പേരും. വേറെ ആരുടെ അടുത്തും അങ്ങനെ പോയില്ല. ഈ 4 വയസ്സ് വരെ ആൾ എന്റെ കൂടെ തന്നെ, ഞാൻ എന്റെ തന്നെ എപ്പോഴും. അവർ ഇവരുടെ കൂടെ ആണെങ്കിലും അധികം ചെലവഴിക്കത്തില്ല. സ്കൂളിൽ പോയാലും ഭയങ്കര കരച്ചില്ല, അമ്മയെന്ന് പറഞ്ഞു ഭയങ്കര കരച്ചില്ല. എനിക്ക് തോന്നുന്നു സിനിമയില് അഥവാ പോയി കഴിഞ്ഞാൽ എല്ലാരും ഇങ്ങനെ മാറി നിന്നിട്ട് നിങ്ങൾ അഭിനയിക്കേണ്ടി. നമുക്ക് വേറൊരു വീഡിയോ കാണാം. ഇപ്പൊ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ഇപ്പൊ ഇറങ്ങുന്നുണ്ടല്ലോ, ഈ റിലേറ്റീവ്സിന്റെ ഇടയിലൊക്കെ ഉള്ള ഒരു റെസ്പോൺസ് എന്താണ് ഇപ്പൊ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ കണ്ടതിന് ശേഷം? മാക്സിമം ആൾക്കാരൊന്നും അറിഞ്ഞിട്ടില്ല, കുറച്ച് അറിഞ്ഞവരൊക്കെ വിശ്വസിക്കാൻ കുറച്ച് ഇത് അത്ര വൈറലായോ അത് അങ്ങനെയൊക്കെ ചോദ്യം വരുന്നുണ്ട്. അവർക്കൊക്കെ കാര്യം പറഞ്ഞാൽ മനസ്സിലാക്കി. പിന്നെ ഇൻസ്റ്റാ അക്കൗണ്ട് കൊടുത്ത് അത് അതിൻ്റെ അകത്ത് കയറി സെർച്ച് ചെയ്തിട്ട് നോക്കുമ്പോഴത്തേക്കിനും അതാ മറ്റേ ഭയങ്കര സ്നേഹമാണ്, സ്റ്റോറി ഇടുന്നത്, പിന്നെ മില്യൺ അടിക്കുന്നത്. നമ്മൾ തന്നെ നോക്കാത്ത കുറേ പിന്നെ കമൻസൊക്കെ അവർ വിളിച്ചിട്ട് പറയുന്നുണ്ട്. ഇവരുടെ റിലേഷൻ ഇവർ വിളിച്ചിട്ട് പറയുന്ന അല്ല അഖിൽ CJ കമന്റ് ഇട്ട്, അതുപോലെ ഹെൽനോസ് പാട്ട കമന്റ് ഇട്ട് നിങ്ങൾ കാണുന്നുണ്ട്, അടിയിൽ കിടപ്പുണ്ട്, അങ്ങനെ സെർച്ച് ചെയ്തിട്ട് അത് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നു. അങ്ങനെയൊക്കെ നമ്മളെ വിളിക്കാത്തവർ വരെ ഇപ്പോൾ വിളിക്കുന്നുണ്ട്. നമ്മുടെ റിലേറ്റീവ് തന്നെ നമ്മളോട് ഇഷ്ടമില്ലാത്തവർ വരെ നമ്മളിപ്പോൾ വിളിച്ചിട്ട് സംസാരിക്കുന്നുണ്ട്. കുഞ്ഞല്ലേ, നിന്റെ കുഞ്ഞല്ലേ, നിന്റെ ഫ്രണ്ട് ആണെങ്കിലും നമ്മുടെ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചവര് നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ഒക്കെ ഇപ്പൊ ഞാൻ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് തിരിച്ച് എന്നെ കോണ്ടാക്ട് ചെയ്യാത്ത കുറേ പേരുണ്ട്. അവരൊക്കെ ഇപ്പൊ എന്നെ ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ട് അയ്യോ നിന്റെ കുഞ്ഞല്ലേ വയറിലായല്ലോ, രക്ഷപ്പെട്ടല്ലോ എന്നൊക്കെ പറഞ്ഞ ഇപ്പൊ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്, കുറെ പേര് അയക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഒരു എനിക്ക് തോന്നുന്നു ഇപ്പം ലൈഫിലുണ്ടായിരുന്ന ഒരു ബെസ്റ്റ് മൊമെന്റ് തന്നെ ആയിരിക്കും അല്ലേ, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ തിരിച്ചിങ്ങനെ നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നത്. എനിക്ക് നിങ്ങളെ കണ്ടപ്പോ ആദ്യം തോന്നിയ ഡൗട്ട് എന്താന്ന് വെച്ചാൽ 2 പേരും ഭയങ്കര പ്രായം കുറവാണ്. എത്ര വയസ്സുണ്ട് അറിയാനുള്ള ചോദിക്കാം. വളരെ പ്രായം കുറഞ്ഞ അച്ഛനമ്മയാ. ലവ് മാരേജ് അല്ലേ? അതാണ്. എനിക്ക് 25 വയസ്സ്. എനിക്ക് 23 ആവുന്നു. ഓക്കെ, എനിക്ക് കണ്ടപ്പോഴേ തോന്നി ഭയങ്കര കുഞ്ഞച്ഛനമ്മയും കുഞ്ഞു കുട്ടി. ഇപ്പം നമ്മുടെ ഇച്ചലേക്ക് ഇപ്പൊ 4 വയസ്സ്. ഇപ്പൊ അംഗൻവാടിയിൽ പഠിക്കണം. അവിടെ ക്ലാസ്സിലൊക്കെ എങ്ങനെയാ? ടീച്ചേഴ്സും കൂടെയുള്ള കുട്ടികളൊക്കെ അറിഞ്ഞോ? എല്ലാരും അറിഞ്ഞു. ടീച്ചർക്ക് ഭയങ്കര സന്തോഷമാണ്.
ടീച്ചറിൻ്റെ ഇതുവരെ അങ്ങനെ ഒരു ടീച്ചറിന് ഒരു അനുഭവം ഇല്ല. അതുകൊണ്ട് ടീച്ചർ മാക്സിമം എന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പഠിത്തത്തിൽ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞല്ലേ, അതുകൊണ്ട് അങ്ങനെ ഒന്നും ചെയ്യേണ്ട, അവൻ അധികം നീ ഇട്ട് പേടിപ്പിക്കുകയും പറയുകയൊന്നും വേണ്ട, അതിപ്പോൾ ഇത് അവൻ രക്ഷപ്പെടും, അവന് നല്ലൊരു ഭാവിയുണ്ട് എന്നൊക്കെ പറഞ്ഞു, ഇതിലോട്ട് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കാന്നൊക്കെ പറഞ്ഞു എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞു ആ ശരി ടീച്ചർ എന്ന് പറഞ്ഞു. 2 ദിവസമായിട്ട് ക്ലാസ്സിൽ പോകുന്നില്ല. പിന്നെ ഇപ്പം ഇതിങ്ങനെ ആയതുകൊണ്ട് 2 ദിവസമായിട്ട് വിടുന്നില്ല. ടീച്ചറെ വിളിച്ചിട്ട് വാട്സപ്പിലൊക്കെ മെസ്സേജ് അയക്കും അവൻ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചു. കുഞ്ഞുങ്ങളാരും അങ്ങനെ ചോദിച്ചില്ല, പഠിക്കുന്നവർക്കൊന്നും അറിഞ്ഞൂടാ. അമ്മമാരൊക്കെ ചോദിച്ചു, കണ്ടു, വീഡിയോ കണ്ടു, വൈറലായല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഓക്കെ, ഇപ്പൊ ഇതേപോലെ തന്നെ പുറത്തിറങ്ങുമ്പോഴും ആൾക്കാരൊക്കെ തിരിച്ചറിയാൻ തുടങ്ങിയോ? 2-3 സ്ഥലത്ത് പോയി വലുതായിട്ട് അങ്ങനെ പുറത്തിറങ്ങിയിട്ടില്ല. വൈറലായി കഴിഞ്ഞിട്ട് അങ്ങനെ പുറത്തോട്ട് വരും. പിന്നെ ബീച്ചിലൊക്കെ പോയപ്പോഴത്തേക്കിനും 2-3 പേരൊക്കെ കണ്ടിട്ട് വന്ന് ചോദിച്ചിട്ടില്ല, കണ്ടിട്ട് ഇതാ ചെറുക്കനല്ലേ അങ്ങനത്തെ ഒരു കാണിച്ചു. അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. എന്നാലും വണ്ടിയിൽ ഇങ്ങനെ പോയപ്പോ ജസ്റ്റ് നോക്കിയിട്ട് വീഴ്ചിട്ട് അയ്യോ അതല്ലേ അങ്ങനത്തെ ഒരു നോട്ടം നോക്കി. ഞങ്ങള് പക്ഷെ കണ്ടു അത്. ഞങ്ങൾ വലിയ മൈൻഡ് കൊടുത്തില്ല. ഞങ്ങൾ വേറെ റൂട്ട് പോയി, അവരും വേറെ റൂട്ട് പോയി. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ ഈ ഒരു സെഷൻ വൈൻഡപ്പിലേക്ക് വരികയാണ്. ശരിക്കും ഒരു 4 വയസ്സുള്ള ഇവൻ അച്ഛനും അമ്മയുടെയും കൂടെയാണ് വീഡിയോസ് എടുക്കുന്നത്. അപ്പൊ നമ്മളെയൊക്കെ കണ്ടപ്പോഴേക്കും ആളൊന്നും ഭയന്ന് വരച്ചു ചിരിക്കണം. ഓക്കെ, അപ്പൊ ഞങ്ങള് മാക്സിമം പറ്റാവുന്നത്ര എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങള് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇച്ചു അപ്പൊ ഇച്ചുവിനും ഇച്ചുവിന്റെ മമ്മിക്കും ഇച്ചുവിന്റെ ഡാഡിക്കും താങ്ക് യു സോ മച്ച്.